എൻ്റെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ച ഒരു 10 ചീപ്പായിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്താണ് ഒരു സ്റ്റീൽ വാട്ടർ ബോട്ടിൽ. ഫിറ്റ്നസിൻ്റെ ഫീൽഡിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോഴാണ് നമ്മൾ മനുഷ്യന്മാർ അത്യാവശ്യം വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, നമ്മളെ വർക്കൗട്ടിനെ അത് ബാധിക്കും, നമ്മുടെ ആരോഗ്യത്തിന് അത് ബാധിക്കും എന്നതൊക്കെ മനസ്സിലായത്. നമ്മളൊരു ആവറേജ് ഒരു 3 ലിറ്റർ, ആണുങ്ങൾ കേസ് പറയുകയാണെങ്കിൽ ഒരു 3 ലിറ്ററൊക്കെ കുടിക്കണം എന്നുള്ളത് മനസ്സിലായി. പിന്നെ ഞാൻ വർക്കൗട്ടിൻ്റെ ഭാഗമായിട്ട് ക്രിയാറ്റിൻ എടുത്ത് തുടങ്ങി. അപ്പോൾ എന്തായാലും കുറച്ചും കൂടി എന്താണ് വാട്ടർ ഇൻടേക്ക് കൂട്ടണം. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ സാധാ എന്നും ഇങ്ങനെ അടുക്കളയിൽ പോയിക്കാണ്ട് വെള്ളം കുടിക്കുന്ന ഒരു ശീലമാണെന്നുണ്ടെങ്കിൽ ആ ഒരു വാട്ടർ ഇൻടേക്ക് ആവാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. കാരണം നമ്മൾ മറക്കും, വെള്ളം കുടിക്കാനുള്ള കാര്യം മറക്കും. അപ്പോൾ ഒരു വാട്ടർ ബോട്ടിൽ കയ്യിൽ കൊണ്ടെടുക്കുമ്പോൾ പഠിക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിലും വർക്ക് ചെയ്യുന്ന ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മളെ ടേബിളിൽ ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ ഈശാമ്മ എന്തിനാണ് സ്റ്റീൽ വാട്ടർ ബോട്ടിൽ? എന്തെങ്കിലുമൊക്കെ ഒരു വാട്ടർ ബോട്ടിൽ ആയാൽ പോരെ, മിനറൽ വാട്ടറിൻ്റെ കുപ്പി ഉണ്ടാവും, 7up കുപ്പി ഉണ്ടാവും, അതിലൊക്കെ കുടിച്ചാൽ പോരെ, എന്തിനാ വെറുതെ എന്തിനു പൈസ ചിലവാക്കണമെന്ന് ചോദിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ വരട്ടെ, ഞാനും നിങ്ങളെ പോലെ തന്നെയാണ്. ഞാനും ജിമ്മിക്ക് പോകുമ്പോഴൊക്കെ ആദ്യം 7up കുപ്പിയാണ് കൊണ്ടുപോയിരുന്നത്. അതേപോലെ നമ്മൾ 20 രൂപയ്ക്ക് വെള്ളം വാങ്ങാൻ കിട്ടുമല്ലോ കടയിൽ നിന്ന്, അതിൻ്റെ ഒഴിഞ്ഞ കുപ്പി അതുമാണ് കൊണ്ടുപോയിരുന്നത്. പിന്നീട് ഞാനിങ്ങനെ കുറേ ഹെൽത്തിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പഠിച്ചു വരുമ്പോഴാണ് മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞ സംഭവത്തിനെ കുറിച്ച് മനസ്സിലാക്കിയത്. അതായത് ഇപ്പോൾ നമ്മൾ സ്കൂളിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാണെങ്കിലും ഒക്കെ നമ്മൾ കാണുന്നതാണ് പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിൽ ഫുഡ് കൊടുക്കുന്നതും അതേപോലെ വെള്ളം കുടിക്കുന്നതും. നമ്മൾ പറയും എന്ത്, അത് ഫുഡ് ഗ്രേഡ് ആണ്, അത് ഇത്ര ഗ്രേഡുള്ള പ്ലാസ്റ്റിക് ആണ്, BPA ഫ്രീ ആണെന്നൊക്കെ പറയും. എന്ത് പറഞ്ഞാലും, ഞാൻ റിസർച്ച് ചെയ്താണ് മനസ്സിലാക്കിയൊരു സംഭവമാണ്, എന്ത് പറഞ്ഞാലും ഒരു ചൂട് അല്ലെങ്കിൽ വെയിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അതിന് പ്ലാസ്റ്റിക് ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട്. അതിന് മൈക്രോ പ്ലാസ്റ്റിക്സ് നമ്മളെ വെള്ളത്തിലേക്കും ഫുഡിലേക്കും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് കടയിൽ നിന്ന് വാങ്ങുന്ന വെള്ളക്കുപ്പിയൊക്കെ ഇന്ന ഗ്രേഡാണ്, നമ്മൾ സ്കൂളിലെ ലഞ്ച് ബോക്സൊക്കെ ഇന്ന ഗ്രേഡാന്നൊക്കെ പറയും. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മൾ ചൂടുള്ള ഫുഡായി ഇടുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ വെയിൽ തട്ടുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യം, എന്തെങ്കിലും പ്ലാസ്റ്റിക് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ ഫുഡിലേക്ക് അത് ഇറങ്ങും. ഏത് BPA ഫ്രീ എന്ത് പറഞ്ഞാലും കാര്യമില്ല, പ്ലാസ്റ്റിക്കിൽ ഫുഡും വെള്ളവും ഉപയോഗിക്കരുത്, ഉള്ളിലേക്ക് എടുക്കുന്ന. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്റ്റീൽ വാട്ടർ ബോട്ടിൽ വാങ്ങിയത്. അപ്പോൾ ഇതന്നെയാണ് എൻ്റെ ഫസ്റ്റ് ചീപ്പ് പർച്ചേസ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത്. ഇതിന് ഏകദേശം ഒരു 300-400 അതിൻ്റെ ഉള്ളിലുള്ളൂ. പക്ഷേ ഒരു വട്ടം വാങ്ങിക്കഴിഞ്ഞാൽ കുറേ കാലം ഉണ്ടാവും. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന സംഭവങ്ങളുടെയൊക്കെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതിനെല്ലാം ഓൺലൈനിൽ നിന്ന് വാങ്ങിയൊന്നാവില്ല, ചിലത് കടയിൽ നിന്ന് വാങ്ങിയതാവും. രണ്ടാമത്തെ സാധനം എന്താ അറിയോ, എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. എന്താണ് ഇതാ ഈ കാഷ്യോൻ്റെ വാച്ച്. ഇതിൻ്റെ പേര് കാഷ്യോ ഇല്ലൂമിനേറ്റർ എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തോണ്. ഇതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഇത് സംഭവം ഒരു കുട്ടികളുടെ മോഡലാണ്. ഈ വാച്ച് സ്മോൾ സൈസാണ്, ടൈനിയാണ്. പക്ഷേ നമ്മളെ കയ്യിൽ ഇത് പാകാവും, അഡൽട്ട് കയ്യിൽ ഇത് പാകാവും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സാധനം അടിപൊളിയാണ്. നമുക്ക് ഓടുമ്പോഴാണെങ്കിലും ചാടുമ്പോഴാണെങ്കിലും വെള്ളത്തിൽ നീന്തുമ്പോഴാണെങ്കിലും ജിമ്മിക്കാണെങ്കിലും ഒക്കെ ഇടാം. നിങ്ങൾക്ക് നല്ല അടിപൊളി സ്മാർട്ട് വാച്ചും കാര്യങ്ങളൊന്നും ജിമ്മിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വാച്ചാണിത്. ഞാൻ കുറേ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാണ്. കാരണം എനിക്ക് വലിയ ഡയലുള്ള വാച്ച് ആവശ്യമില്ല, എനിക്ക് കുറച്ച് ചെറുതാണ് വേണ്ടത്. എല്ലാ ഫിസിക്കൽ ആക്ടിവിറ്റീസിനും എനിക്ക് ഇടണം. ഓടാൻ പോവുകയാണെങ്കിലും വെള്ളത്തിൽ ചാടുകയാണെങ്കിലും ഒന്നും പ്രശ്നം ഉണ്ടാവരുത്. അതേസമയം നമുക്കൊരു ക്യൂട്ട് ലിറ്റിൽ ടൈനി അത്യാവശ്യം കാണാൻ ലുക്കും വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ് ഈ കാഷ്യോൻ്റെ ഇല്ലൂമിനേറ്റർ, ചെറിയ മോഡൽ. അപ്പോൾ നിങ്ങളൊരു സ്പോർട്സ് പേഴ്സൺ ആണ്, നിങ്ങൾ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്, നിങ്ങൾക്ക് മയത്തും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ഉണ്ടാവും ചിലപ്പോൾ, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതെന്താണ് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഈ ഒരു വാച്ചിന് എങ്ങനെ റേറ്റ് വരുന്നത് വെച്ചാൽ, ഞാൻ വാങ്ങിയ ടൈമിൽ ഇതിനൊരു 800 സംതിങ് ഉള്ളൂ. ഭയങ്കര വലിയ 2000-3000 അങ്ങനെയൊന്നുമില്ല, 1000-ൻ്റെ ഉള്ളിലായിരുന്നു. ചിലപ്പോൾ ഒരു 1200 1500 ഉള്ളിലായിട്ട് അങ്ങനെ വന്നിട്ടുണ്ടാവും, കൂടി ഉണ്ടാവും. ഞാൻ ഒരു ഓഫർ കിട്ടിയപ്പോൾ വാങ്ങിയതാണ്. മൂന്നാമത്തെ സംഭവമാണ്, നിങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ, ഈ ഒരു സ്റ്റാൻഡ്, ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ലോക്കൽ സ്റ്റാൻഡ്. ഞാൻ എൻ്റെ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആക്ച്വലി ഇവിടെ PC സിസ്റ്റം കമ്പ്യൂട്ടറില്ല. അപ്പോൾ ഞാനെൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യണത് എഡിറ്റ് ചെയ്യണതൊക്കെ ഇതിലാണ്, മൊബൈലിലാണ്. അതുപോലെ തന്നെ പോഡ്കാസ്റ്റ് കാണുന്നതും റിസർച്ച് ചെയ്യണതൊക്കെ മൊബൈൽ ഫോണിലാണ്. അപ്പോൾ എനിക്കിതൊക്കെ ഒരു ഇങ്ങനെ ചാരി വെച്ച് കാണ്ടോ അല്ലെങ്കിൽ കയ്യിൽ പിടിച്ച് കാണ്ടോ ചെയ്യണത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് നമ്മളെ ഫാൻസിയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും, സ്റ്റേഷനറി കിട്ടണം. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പല ആംഗിളിലും ജിമ്മത്തെ ബെഞ്ച് അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ, അതേപോലെ നമുക്ക് ഇതിൻ്റെ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചാണ്ട് എന്ത് ചെയ്യാം, നമുക്ക് കൂളായിട്ട് ഫോൺ ഇങ്ങനെ വെച്ചിട്ട് കാണാം. കുറച്ച് ഹൈറ്റുള്ള സ്ഥലത്തൊക്കെ വെച്ചാൽ ശരിക്കും ഫോണൊരു കുറച്ച് നല്ല ഇങ്ങനത്തെ ആംഗിൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ തലൻ്റെ ഹൈറ്റിൽ നമുക്ക് ഇങ്ങനെ ക്രൗച്ച് ചെയ്യാതെ കാണാൻ പറ്റും. നെക്സ്റ്റ് വണ്ണാണ് സ്റ്റിക്കി നോട്ട്സ്. ഞാൻ കാണിച്ചു തരാം. ഞാൻ എൻ്റെ ഗോൾസുകളും അതുപോലെ എനിക്ക് പെട്ടെന്ന് റിമൈൻഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതുപോലെ നമ്മളെ പുഷ് ചെയ്യാനുള്ള സംഭവങ്ങൾ നമ്മൾ എഴുതി വെക്കുമല്ലോ. ഇന്ന കാലം കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആവണം,
ഈ ഒരു ദിവസമാണ് ഞാൻ ഈ ഒരു മൂവ് ചെയ്തത്, അങ്ങനെയൊക്കെ ഓരോന്ന് എഴുതി വെക്കില്ല നമുക്ക്. ഷോർട്ട് ടേം ഗോൾസുകൾ, അതുപോലെ മോട്ടിവേഷണൽ കോഴ്സുകളൊക്കെ എഴുതി ഒട്ടിച്ച് വെക്കാൻ, നമ്മൾ കാണുന്നതോട് തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഒട്ടിച്ച് വെക്കാൻ. അതുപോലെ ഇപ്പോൾ ടു ഡു ലിസ്റ്റ് ചെയ്യല്ലോ, അപ്പോൾ നമ്മൾ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഒട്ടിച്ച് വെക്കാൻ ഇത് ഉപകാരമാണ്. ഇതിനാകെ എത്ര ഉള്ളൂ, 50 55 അങ്ങനെ എന്തോ ഉള്ളൂ. ഇത് കുറേ മുമ്പ് വാങ്ങിയതാണ്, ഇത് ഇപ്പോഴും ഉണ്ട്, പക്ഷെ ഇത് നല്ല യൂസ്ഫുൾ ആണ്. ഞാൻ അതിൻ്റെ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. ഇനി 5ാമത്തെ സംഭവമാണ് നമ്മളെ റൈറ്റിംഗ് പാഡ് വിത്ത് ന്യൂസ് പ്രിൻ്റ്. ഇത് ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ, സ്കൂളിൽ പറഞ്ഞാൽ CA പഠിച്ചപ്പോൾ ചെയ്തിരുന്ന ഒരു സംഭവമാണ്. എൻ്റെ കണ്ടാണ്ട് കോപ്പി അടിച്ചാൽ എൻ്റെ ക്ലാസ്സിലെ കുറേ ആൾക്കാർ ചെയ്തിരുന്നു. നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു റൈറ്റിംഗ് പാഡ് എല്ലാവരുടെ അടുത്തും ഉണ്ടാവില്ലേ, ഒരുവിധ ആൾക്കാരുടെ അടുത്തൊക്കെ ഉണ്ടാവും പഠിക്കാനൊക്കെ പോകണം. ഈ റൈറ്റിംഗ് പാഡിലും അതുപോലെ ന്യൂസ് പ്രിൻറ്റും കൂടി എന്ത് ചെയ്യുക, ഒരുമിച്ച് ഉപയോഗിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് എത്ര കട്ടിയിൽ കുറേ ന്യൂസ് പ്രിൻ്റ് എടുത്താണ്ട് ഇതിലെന്ത് ചെയ്യുക, ക്ലിപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ടെമ്പററി ആയിട്ട് ഓരോ നോട്ടുകൾ എഴുതാണ്ടോ, നമുക്ക് സ്ക്രിബിൾ ചെയ്താനുള്ളത്, അതുപോലെ മാത്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യാനൊക്കെ ഉണ്ടാവുമല്ലോ. എന്നിട്ട് പിന്നെ നമുക്ക് ചുരുട്ടി കളയേണ്ടി വരും നമ്മൾ ഉത്തരം തെറ്റാണെന്നൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ ടെമ്പററി ആയിട്ട് എഴുതാനുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ പുതിയൊരു ഐഡിയ ഒക്കെ വന്നു, നമുക്ക് പെട്ടെന്ന് എഴുതണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇതിൽ എഴുതി കഴിഞ്ഞിട്ട് നേരെ എന്ത് ചെയ്യുക, അപ്പോൾ നമുക്കിത് ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വലിക്കുക, ഇങ്ങനെ കളയാം, ഇത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടി. അപ്പോൾ ഇത് നമ്മളെ പ്രാക്ടിക്കൽ സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് കുറേ എഴുതി പഠിക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഇപ്പോൾ ന്യൂസ് പ്രിൻറ്റിൻ്റെ ബുക്കൊക്കെ കിട്ടും. അപ്പോൾ അത് കുറച്ച് ടാസ്ക്കാണ്, ഒരു പേജിൽ എഴുതി പിന്നെ അടുത്ത പേജിൽ എഴുതുന്നൊക്കെ ടാസ്ക്കാണ്. ഇത് നേരെ എന്ത് ചെയ്യുക, ഇങ്ങനെ എഴുതുക, എന്നിട്ട് ഈ പേപ്പർ എന്ത് ചെയ്യുക, തിരിച്ചു വെക്കുക, എന്നിട്ട് അത് എഴുതുക, എന്നിട്ട് ആ പേപ്പർ വലിച്ചെറിയുക, അടുത്ത് തുടങ്ങി. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കണം എന്തിനാണെന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് എഴുതാനാണ്. അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അതിൻ്റെ പോയിന്റുകൾ നമുക്ക് പെട്ടെന്ന് നോക്കാനുള്ള ബുള്ളറ്റ് പോയിന്റുകളൊക്കെ എഴുതി വെക്കും. എന്നിട്ട് ഒരു ദിവസത്തെ വീഡിയോ കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് വലിച്ചെറിയുക, അത്രേ ഉള്ളൂ. 6ാമത്തെ ഐറ്റാണ് ഫോം റോളർ. അപ്പോൾ ഇത് ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് പരിചയം ഉണ്ടാവില്ല, അത്ലറ്റ്സിനൊക്കെ ആണെങ്കിൽ പരിചയം ഉണ്ടാവും. ഇത് എന്തിനാ വെച്ചാൽ നമ്മുടെ മസിൽസൊക്കെ ടൈറ്റ് ആണെങ്കിൽ, നമ്മൾ കുറേ നേരം വർക്ക് ചെയ്ത് കണ്ടോ അങ്ങനെയൊക്കെ നമ്മൾ ബാക്ക് ടൈറ്റാണ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു അത്ലറ്റാണ്, നമ്മൾ ഫുട്ബോൾ കളിക്കാൻ പോകുന്ന ആളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ലെഗൊക്കെ ടൈറ്റാണ്, മസിൽസൊക്കെ ടൈറ്റാണ്, ഒരു കട്ട പിടിച്ചിരിക്കുന്ന പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ, എപ്പോഴും ഒരു മസിൽ കയറുന്ന പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ വേണമെങ്കിൽ അതിൻ്റെ വീഡിയോ കൊടുക്കാം. ഇതിമേ കടന്നിട്ട് അല്ലെങ്കിൽ ഇതിമേ ലെഗ് വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്യാൻ പറ്റും. ഇതിമേ നമ്മൾ ബോഡി വെയിറ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് റോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ കട്ട പിടിച്ചിരിക്കുന്ന മസിൽ അല്ലെങ്കിൽ ആ ഒരു ടൈറ്റായി നിൽക്കുന്ന മസിൽ അവിടെ ഡീപ്പ് ടിഷ്യൂ മസാജ് കിട്ടും. അങ്ങനെ മസാജ് കിട്ടി കഴിഞ്ഞാൽ ഒരുവിധം എന്താവും, ലൂസാവും. അപ്പോൾ നമുക്കൊരു റിലാക്സേഷൻ കിട്ടും. അപ്പോൾ ഞാൻ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നല്ല ഹെവി ഇൻറ്റൻസ് റണ്ണൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കാലൊക്കെ എന്താവും, നല്ല സോറായിരിക്കും, നല്ല ടൈറ്റ് ആയിരിക്കും. ഈ സാധനം വെച്ചാണ്ട് ഫോം റോൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിലാക്സേഷൻ കിട്ടും. ഇത് അത്ര ചീപ്പല്ല, ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട്, 1000 സംതിങ് റേറ്റ് ഉണ്ട്. ഇത് ഡെക്കാത്തലോണിൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ പകരം നമുക്ക് ആമസോണിലൊക്കെ എന്ത് കിട്ടും, അല്ലാത്തതും കിട്ടും, അല്ലാത്ത ഫോം റോളറും കിട്ടും. ജസ്റ്റ് ഫോം റോളർ എന്ന് സെർച്ച് ചെയ്താൽ മതി. പല ടൈപ്പ് ഉണ്ടാവും, ചെറുതുണ്ടാവും, വലുതുണ്ടാവും, ഈ മുള്ളില്ലാത്തതുണ്ടാവും, പ്ലെയിൻ ആയിട്ടുള്ളതൊക്കെ ഉണ്ടാവും. എല്ലാം വർക്കിംഗ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ തരുമോ. ഞാൻ എൻ്റെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്താണ് കാണിച്ചു തരുന്നത്. അടുത്താണ് 7ാമത്തത് ബ്ലൂ ലൈറ്റ് ബ്ലോക്കിംഗ് ഗ്ലാസ്സസ്. നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചിലപ്പോൾ നമുക്ക് ഫോൺ നോക്കേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ TV കാണും. അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട് ബ്ലൂ ലൈറ്റ് കണ്ണിലേക്ക് വരാക്കാൻ വേണ്ടിയിട്ട് നല്ല സ്മൂത്തായിട്ട് നല്ല ക്വാളിറ്റി ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ബ്ലൂ ലൈറ്റ് ബ്ലോക്കിംഗ് ഗ്ലാസ്. ആക്ച്വലി എനിക്ക് ശരിക്ക് ഇത് പവർ ഗ്ലാസ് അല്ല, ഇത് ബ്ലൂ ലൈറ്റ് ബ്ലോക്കിംഗ് ഗ്ലാസ് ആണ്, ബ്ലൂ കട്ട് ഗ്ലാസ് ആണ്. എനിക്ക് ഗ്ലാസിൻ്റെ ആവശ്യമില്ല, എനിക്ക് പക്കായിട്ട് കാണാൻ പറ്റും. എൻ്റെ അടുത്ത് 2 ബ്ലൂ കട്ട് ഗ്ലാസ് ഉണ്ട്. ഒന്ന് ഇത് ലെൻസ് കാർട്ടിൻ്റെ ആണ്. അതുപോലെ റീസെൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ളതാണ് ഈ സംഭവം, DNA ഹോളിസ്റ്റിക്സ് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ബ്ലൂ ലൈറ്റ് ബ്ലോക്കിംഗ് ഗ്ലാസ്. ഇതൊരു മഞ്ഞ ഫിൽറ്ററുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി എന്താവും, രാത്രി TV കാണാനും ഫോൺ നോക്കാനും കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ ഈ ബ്ലൂ ലൈറ്റിൻ്റെ ബുദ്ധിമുട്ട് പല ആൾക്കാർക്കും അറിയുണ്ടാവും. അത് നമ്മളെ സ്ലീപ്പിനെ ബുദ്ധിമുട്ടുന്നതാണ്. അത് നമുക്ക് ആക്ച്വലി നമ്മൾ പകലാണെന്നുണ്ടെങ്കിൽ, നമ്മൾ മോർണിംഗ് ടൈമിലാണെങ്കിൽ നമുക്ക് ബ്ലൂ ലൈറ്റ് നല്ലതാണ്. നമ്മളെ കോർട്ടിസോൾ സ്പൈക്ക് ചെയ്യാനും നമുക്ക് ആ ഒരു ദിവസം ഉറക്കം വരാതെക്കാനും നല്ല രീതിയിൽ എനർജിയിൽ പോകാനും ബ്ലൂ ലൈറ്റ് നല്ലതാണ്. പക്ഷെ അതേസമയം നമ്മളൊരു ലേറ്റർ പാർട്ട് ഓഫ് ദ ഡേയിലേക്ക് നമ്മളെ സ്ലീപ്പിനോട് ക്ലോസ് ആയിട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് ബ്ലൂ ലൈറ്റ് സ്റ്റിമുലേഷൻ നമുക്ക് മാക്സിമം കുറക്കണം, മാക്സിമം അവോയ്ഡ് ചെയ്യണം, നല്ലൊരു സ്ലീപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിനെന്ത് ചെയ്യുക, നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിൻ്റെ 1-2 മണിക്കൂർ മുമ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, അല്ലാന്നുണ്ടെങ്കിൽ TV കാണുന്ന ആളാണ്, അല്ലെങ്കിൽ ഫോൺ കാണുന്ന ആളാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ബ്ലൂ ലൈറ്റ് ബ്ലോക്കിംഗ് ഗ്ലാസ്സസ് നിങ്ങൾക്ക് വെക്കാൻ പറ്റും. ഇറ്റ്സ് എ ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. എനിക്ക് തോന്നുന്നത് 1000 ഉള്ളിലുള്ളൂ, ഇതിന് ഭയങ്കര റേറ്റ് ഒന്നുമില്ല. അപ്പോൾ ഇഫ് യു വാണ്ട് യു ക്യാൻ ആഡ് ദം ടു യുവർ ലിസ്റ്റ്. 8ാമത്തത് ഒരു മൈക്രോ പോറസ് ടാപ്പ്. ഒന്നുമില്ല, മൈക്രോ പോറസ് ടാപ്പ് പറഞ്ഞാൽ ഒരു ടേപ്പാണ്. പക്ഷേ ഇത് നമുക്ക് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇപ്പോൾ എന്ത് ചെയ്യുക, ഇതിൽ നിന്നൊരു കഷ്ണം എടുത്തുകൊണ്ട് ഇങ്ങനെ
ഇങ്ങനെ ഒട്ടിക്കുക. ഇതെന്തിനാ വെച്ചാൽ മൗത്ത് ബ്രീത്ത് ചെയ്യുന്ന ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ, മൗത്ത് ബ്രീത്ത് ചെയ്യുന്ന ഹാബിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഹാബിറ്റ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഹാബിറ്റിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, വായ തുറന്ന് ഉറങ്ങാതാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു റിമൈൻഡർ ആയിക്കാണ് ഇങ്ങനെ ഒട്ടിക്കുക. അതേസമയം ഇങ്ങനെ ഒട്ടിച്ചാണ്ട് ശ്വാസം കിട്ടാത്ത രീതിയിലാക്കരുത്. അങ്ങനെ എന്തെങ്കിലും പറ്റിയാൽ ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒട്ടിക്കും, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിക്കും. ഇങ്ങനെ ഒട്ടിക്കണമെങ്കിൽ ഏറ്റവും സേഫ്. ഇനി അഥവാ നിങ്ങൾ വായ തുറക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 ഗ്യാപ്പ് കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ശ്വസിക്കാൻ പറ്റും. നമ്മൾ ഉറക്കത്തിൽ അറിയില്ലല്ലോ നമുക്ക് എന്താ പ്രശ്നം. ചിലപ്പോൾ മൂക്കും ബ്ലോക്കായി, അതുപോലെ വായും ബ്ലോക്കായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പിന്നെ ഒട്ടിക്കേണ്ടി വരില്ല. ഇനി 9ാമത്താണ് ആ ഒരു ഹാബിറ്റ് കുറക്കാനുള്ള സംഭവം തന്നെയാണ് നെയ്സൽ ഡയലേറ്റർ. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു മൈക്രോപോർസ് ടാപ്പ്. മൈക്രോപോർസ് ടാപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ചുണ്ട് എന്ത് ചെയ്തു, ഒട്ടിച്ചു, വായ തുറന്ന് ശ്വസിക്കാതെക്കാൻ വേണ്ടിയിട്ട് ഉറക്കത്തിലൊക്കെ. അതുപോലെ ഈ ഒരു സംഭവം നേസൽ ഡയലേറ്റർ എന്തിനാന്ന് വെച്ചാൽ നമ്മളെ നേസൽ പാസേജസ് കുറച്ചും കൂടി സ്പേസ് ഉണ്ടാക്കാൻ, കുറച്ചും കൂടി എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മളെ ബാൻഡേജ് പോലെ, നമ്മളെ വട്ടത്തിലുള്ള ബാൻഡേജ് ഉണ്ടല്ലോ ചെറിയ, അതുപോലെ തന്നെ ആ ഒരു വട്ടത്തിലുള്ള സ്റ്റിക്കറിൽ ഒരു മാഗ്നറ്റ് വെച്ചുകൊണ്ട് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് നോസിൻ്റെ ഈ സൈഡിലും ഒട്ടിക്കാം. എന്നിട്ട് ഈ ഒരു സംഭവം ഇതിൻ്റെ ഉള്ളിലും മാഗ്നറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു നാസൽ പാസേജസിന് നമ്മൾ ഒട്ടിച്ച ആ ഒരു മാഗ്നറ്റ് ഇതിന്മേൽ ഒട്ടും. അങ്ങനെ ഒട്ടുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ചും കൂടി സ്പേസ് കിട്ടും. അപ്പോൾ കുറച്ചുകൂടി മൂക്കിലൂടെ ശ്വസിക്കാൻ സുഖമായിരിക്കും. അത്രേ ഉള്ളൂ ഇതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ഇതിനിപ്പോൾ കുറച്ച് റേറ്റ് കൂടുതലാണ്, കാരണം ഇത് ചെയ്യുന്നത് നമ്മളെ ഇന്ത്യയിൽ കുറവാണ്. പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്താണ്ട് ആണ് ആമസോണിൽ വരുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിന് കുറച്ചുകൂടി അൺറീസണബിൾ റേറ്റ് ഉണ്ട്. പക്ഷെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കുക, യൂസ്ഫുൾ ആണ്. ഇത് നമുക്ക് മൂക്കിലൂടെ ശ്വാസം വിടുന്നത് ഈസി ആക്കുന്നു. അതുപോലെ നമ്മൾ ആ ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ മൗത്തിലൂടെ വിടുന്നത് നമ്മൾ ഡിഫിക്കൽട്ട് ആക്കുന്നു. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 2 സംഭവം കൊണ്ട് ലാസ്റ്റത്തെ ആയിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നൊരു സംഭവം. ഇപ്പോൾ ഒരു ഫിസിക്കൽ അലാറം ക്ലോക്ക്. ഞാൻ ആദ്യം അലാറം വെച്ചിരുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ്. മൊബൈൽ ഫോണിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അലാറൊക്കെ സെറ്റാക്കി ഒക്കെ റെഡിയാക്കി വെക്കും, രാത്രി റൂമിൽ വെക്കും. പക്ഷെ അഥവാ നമ്മൾ ഇടയിലൊക്കെ എണീറ്റു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ മൊബൈൽ എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയ ഒക്കെ എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ലാന്നുണ്ടെങ്കിൽ കിടക്കുന്ന ടൈമിൽ കുറേ നേരം ഫോൺ നോക്കിയാണ്ട് ടൈം പോകാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ ബ്ലൂ ലൈറ്റ് ഒക്കെ അടിച്ച് പിന്നെ ചിലപ്പോൾ ഉറക്കം വരില്ല, ചിലപ്പോൾ സ്റ്റിമുലേഷനൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു സംഭവം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ റൂം എന്ന് പറയുന്നത് അപ്സ്റ്റേഴ്സാണ്. അപ്പോൾ ഞാൻ ഫോൺ എന്ത് ചെയ്യും, താഴത്ത് ഏതെങ്കിലും റൂമിലാണ് വെക്കുക. എന്നിട്ട് മുകളിൽ ഉറങ്ങാൻ പോകുമ്പോൾ ഈ ഒരു സംഭവത്തിലാണ് അലാറം സെറ്റ് ചെയ്യൽ. അപ്പോൾ ഇങ്ങനെ ഫോൺ അഡിക്ഷനൊക്കെ ഭയങ്കര രീതിയിലുണ്ട്. രാത്രി കുറേ നേരം ഫോണിൽ കളിച്ച് സമയം പോകണമെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ല യൂസ്ഫുൾ ആണ്, ലൈഫ് ചേഞ്ചിങ് ആണ്. ഈ ഒരു അലാറം ക്ലോക്കിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു 1000 ഉള്ളിലായിരിക്കും വരുന്നുണ്ടാവുക. പല റേറ്റിനുള്ളതുണ്ട്, ചീപ്പായിട്ടുള്ളതും കിട്ടും. അതുപോലെ ഈ നേസൽ ഡയലേറ്ററിന് പല റേറ്റിലും ഉണ്ട് ആമസോണിൽ. 500, 400, 1000 ഉണ്ട്. അത് ഓരോരുത്തർ ഇമ്പോർട്ട് ചെയ്ത് വിൽക്കുന്നതിനനുസരിച്ചാണ്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ആ നേസൽ ഡയലേറ്റർ മാഗ്നറ്റിക് ആണ്, പക്ഷേ അതിൻ്റെ ബാൻഡേജ് വേർഷൻ നമുക്ക് കിട്ടും. ജസ്റ്റ് ഒട്ടിച്ചാൽ മതി. അത് അതിൻ്റെ അത്ര പവർ ഉണ്ടാവില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ് വർക്ക്സ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു 10 ചീപ്പ് ഐറ്റംസ് എൻ്റെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള. ദാറ്റ്സ് ഇറ്റ്. ഐ ഹോപ്പ് ദിസ് ഈസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.